യെസ്, നമ്മൾ ഇഗത്പുരി പോവാണ്. നമ്മുടെ മുംബൈയിൽ നിന്ന് ഒരു ഷോർട്ട് വീക്കെൻഡ്, ഒരു സാറ്റർഡേ സൺഡേയിൽ ഒരു ട്രിപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ഇഗത്പുരി. സൈഡിലൊക്കെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണ്ട ഒരു കുട്ടി വ്യൂ ആണിത്. എ ബോയ് ഈസ് ഡൂയിങ് സംതിങ് ഔട്ട് ദർ ആൻഡ് അവർ വ്യൂ വാസ് ലൈക്ക് ദിസ്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു 1-2 വലിയ വാട്ടർഫോൾ, സൈഡിലൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വേറെ വാട്ടർഫോൾസും, ഇങ്ങനെ ഭയങ്കര ഗ്രീൻ മെഡോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സൈഡിലൂടെ വരുന്ന ഈ കുഞ്ഞു കുഞ്ഞ് കൈ വഴികൾ പോലുള്ള വാട്ടർഫോൾസ്, പിന്നെ നടുവിലുള്ളൊരു മെയിൻ വാട്ടർഫോൾ. ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തൊക്കെ ഫുൾ ഗ്രീൻ മെഡോ ആയിരുന്നു. സൈഡിലൂടെ ഇങ്ങനെ വെള്ളം റോഡിലേക്ക് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുട്ടി കുട്ടി വാട്ടർഫോൾസ് പോലെ ഉണ്ടായിരുന്നു അത്. ആൻഡ് അവിടെയുള്ള റിവർ ഇസ് ഓവർഫ്ലോയിങ്. മൺസൂൺ അതിൻ്റെ ഫുൾ സ്ട്രെച്ചിൽ ഇങ്ങനെ പീക്കിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു സൂത്തിങ് ആയിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് വ്യൂ ഭയങ്കര രസമുണ്ടായിരുന്നു ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ കുട്ടി മീൻ പിടിക്കാൻ തോന്നുന്നു. ആൻഡ് ഈ വാട്ടർഫോളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു മെയിൻ റോഡുണ്ട്. ആ റോഡിലൂടെ ഇങ്ങനെ കുറേ കേവ്സൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ റോഡിലൂടെ മേലേക്ക് പോയാൽ ആൻഡ് അങ്ങനെ സൈഡിൽ ആ മെഡോൻ്റെ സൈഡിൽ കുറേ വാട്ടർഫോൾസൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ആ കുട്ടി ഭയങ്കര കാര്യമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ആശാൻ്റെ കയ്യിലൊരു ചൂണ്ടുണ്ട്. ആൻഡ് ഭയങ്കര കാര്യമായിട്ടാണ് ആൾ ചെയ്യുന്നതൊക്കെ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടൊരു ക്യൂട്ടായിട്ട് പൂ വെക്കുന്നൊരു കുട്ടീനെ കണ്ടു. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നത് ഹോട്ടൽ ടൈഗർ ഹോംലി ഫുഡ് ഇഗത്പൂരിയിലായിരുന്നു. ആൻഡ് ഇവരുടെ റിവ്യൂ ഒക്കെ ഭയങ്കരമായിരുന്നു. ആൻഡ് നമ്മളവിടെ പോയപ്പം അത്ര സൂത്തിങ് ആയിട്ട് തോന്നിയില്ല. സോ നമ്മളൊരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ട് നോക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത് ഈ മസാല പപ്പടിൽ തന്നെ നമ്മൾ ഫ്ലാറ്റായി, സത്യം പറയുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല പപ്പട്. പിന്നെ നമ്മൾ ചിക്കൻ താലിയായിരുന്നു ഓർഡർ ചെയ്ത്. ഇതിലൊരു ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, പിന്നെ ചിക്കൻ്റെ ഒരു സ്റ്റോക്കുള്ള രസം പോലെ ഒരു സംഭവം, മുട്ട പുഴുങ്ങിയത്, പിന്നെ ബാജ്ര, അവരുടെ പേൾ മില്ലറ്റ്സ് വെച്ചിട്ടുള്ള റൊട്ടി, പാപ്പഡ്, ഇതൊക്കെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഒത്തൻറ്റിക് ഫീൽ ഉണ്ടായിരുന്നു നമ്മളിത് കഴിച്ചപ്പം. സോ ഇവിടെ വന്നപ്പോൾ നമുക്ക് അത്രയും ഒന്നും തോന്നിയില്ലെങ്കിലും ഇവിടുത്തെ ഫുഡ് വാസ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മളപ്പോൾ അവർ നമ്മളടുത്ത് ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളടുത്ത് റിവ്യൂ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ നമ്മൾ കുറച്ച് സ്പൈസി എന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് കൽക്കണ്ടം, പിന്നെ യോഗട്ടിൽ ശർക്കര ഇട്ടിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് അറിയുന്ന നമ്മുടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചൊരു ഫീലായിരുന്നു നമുക്ക്. ഒരു വയസ്സായ അമ്മമ്മ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ റൊട്ടിയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് ആയിരുന്നു അവരുടെ ഫുഡിന്. നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് അറിയുന്ന ഭയങ്കര ഒരു കംഫർട്ട് ഫുഡായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് ഇഗത്പൂരി ട്രിപ്പ്. അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഭയങ്കര ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ല, കുറേ സ്ഥലത്ത് പോയിട്ടില്ല. ഇത്രയൊക്കെ ആണെങ്കിലും വി ഫെൽറ്റ് സോ മച്ച് റീഫ്രഷ്ഡ്, സോ മച്ച് റിലാക്സ്ഡ്.